വീണ്ടും എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തടിയൊക്കെ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ദിവസം ചിലപ്പോൾ 5-6 ലോഡൊക്കെ പോകുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദിവസം ഞാൻ പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അവധിക്കാലം ആയതുകൊണ്ടായിരിക്കും ഞാൻ വീട്ടിലുള്ളപ്പം ചാച്ചനോട് പറയും ഇന്ന ലോറി വരും. ഓരോ ലോറിയുടെയും പേര് പറഞ്ഞ് ആ ലോറിയുടെ പേരിൽ എടുത്തിരിക്കുന്ന പാസ് വീട്ടിൽ വെച്ചിട്ടായിരിക്കും അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകുന്നത്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ലോറി എത്തുമ്പോൾ തന്നെ ലോറിക്കാർ നീട്ടി ഓണടിക്കുക. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓണടിച്ചാൽ മതി, അവൻ കൊണ്ടുവന്ന് പാസ് തരുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ലോറിയും വരുമ്പം മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഭാഗത്ത് വരുമ്പോൾ ഓണടിക്കും. ഞാൻ അപ്പം വീട്ടിൽ നിന്ന് പാസുമായിട്ട് റോഡിൽ ചെല്ലും, ലോറിയുടെ പേര് നോക്കും, പാസ് കൊടുക്കും, ലോറിക്കാർ പോകും. അങ്ങനെ 6-7 പാസ് ഉണ്ടെങ്കിൽ 7ാമത്തെ പാസിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്ക് എനിക്ക് 2 ദിവസം താമസിക്കാനുള്ള തുണിയൊക്കെ ആയിട്ട് ഞാൻ റോഡിൽ പോയി നിന്ന് ഈ ലോറിയിൽ കയറി പോകും. അവിടെ ചെല്ലുമ്പോൾ പോയ ലോറികളൊക്കെ അവിടെ കിടക്കുകയാണ്. അതിൽ ഓരോന്നോരോന്നായിട്ട് ലോഡ് കയറി ചില ദിവസം 2-3 ലോറി പോകുള്ളൂ, 1-2 ലോറി അവിടെ കിടക്കേണ്ടി വരും. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലോഡ് ചെയ്ത് തീരില്ല. പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ 2 ലോഡ് പോകുന്നത്. അങ്ങനെ അവസാനത്തെ ലോറി തിരിച്ചു പോരുമ്പോൾ ഞാനും പോരും, വന്ന് വീട്ടിലിറങ്ങും. ഇത്തരം അനുഭവങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നത് വലിയൊരു അനുഗ്രഹമായി മാറി. കാരണം പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങൾ യാത്ര തന്നെയായിരുന്നു. ഇപ്പോഴും യാത്രയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചെയ്ത് ഇത് വൈകാൻ കാരണം വീണ്ടും 7-8 ദിവസത്തെ യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ്. ഇനി തുടർച്ചയായിട്ട് വീഡിയോ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം.